Obsession is very scary. പക്ഷെ കുറച്ച് സീൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. But really scary. Really enjoyed it. ആവറേജ് ആണോ? ഒരുപാട് വർക്കായി. കൊള്ളത്തില്ല, ഹൊറൊന്നും അല്ല, കോമഡി ആയിരുന്നു. പേടിക്കുന്നില്ല, കുറച്ചിങ്ങനെ പെട്ടെന്ന് ഞെട്ടുന്ന അങ്ങനെയൊക്കെയാണ്, അല്ലാതെ ഹൊറർ പോലെ അങ്ങനെ. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ഇത് എങ്ങനെയാ പറയേണ്ടത്, ഇതെങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കും, നിങ്ങൾ ശരിക്കും പറയേണ്ടത് ഈ റീൽസിൽ കണ്ടതല്ല, അതിനപ്പുറം ഈ തിയേറ്ററിലുണ്ട്. തിയേറ്ററിൽ വന്ന് മസ്റ്റ് വാച്ചായിട്ട് കാണേണ്ടതാണ്. ഒരു രക്ഷ ഉണ്ടാവില്ല, നിങ്ങൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യും. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒട്ടും പേടി വരത്തില്ല, അത്രയ്ക്ക് പറ. നല്ല സൂപ്പർ സിനിമയായിരുന്നു. ഇവനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ചിരി വന്നു, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഇത് കുറച്ചും കൂടെ സൈക്കോട്ടിക് ലെവലിലാണ്. അധികം പേടിച്ചതാണ്. ഒരു ജംസ് കേസ് ഒരുപാടുണ്ട്. പേടിക്കാൻ നല്ലോണം ഉണ്ട്. 10-8 പടം, മേക്കിംഗ് ലെവലൊക്കെ പക്കയാണ്, പക്ക. അല്ല, തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്. പേടിക്കാനുള്ളതൊക്കെ ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് അമേസിംഗ്, എല്ലാം അമേസിംഗ്. യു ഷുഡ് വാച്ച് ഇറ്റ്. ജംസ്കെയർ ആയിട്ടൊന്നും ഇല്ല, ഒരു ഒബ്സസീവ് ഗേൾ ഫ്രണ്ട്. കിഡിലൊരു ഹൊറർ മൂവി ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. പേടിക്കാന്ന് വെച്ചാൽ പേടിക്കും, കുഴപ്പമില്ല. ഓക്കെ, ക്ലൈമാക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമോ എന്ന്. പക്ഷെ കൊള്ളായിരുന്നു. ഞാൻ പോട്ടെ, കൊടുത്ത പൈസക്ക് മുതലാണ്, വെർത്താണ്. തിയേറ്ററിൽ പോയി കാണാം, നല്ലായിരുന്നു, നല്ല മൂവി ആയിരുന്നു. അതിനകത്തൊന്നും ഇല്ല, ഇല്ല, വേണ്ട. അതിനകത്തൊന്നും കണക്ട് ആവില്ല. ഹൈലി റൊമാൻറ്റിക് സിനിമയാണ്, ത്രില്ലറാണ്. ഹൊറർ ഉണ്ടോ ഇല്ലേ, ഹൊറർ ആണോ എന്നുള്ള ഒരു സംഭവമില്ലേ, അത് ഒരു രക്ഷ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണും. സൗണ്ട് എഫക്റ്റ് ഒരു രക്ഷയില്ല. സൗണ്ട് എഫക്റ്റ്, സിനിമാറ്റോഗ്രാഫി, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ശരിക്കും ത്രില്ലടിപ്പിക്കും. വാ, ഇങ്ങനെ ഒരു ഇതല്ലേ, ആ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് സംഭവം അതെല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ആക്ച്വലി ഇതിനകത്ത് വരുന്നത് ഹീറോ രക്ഷയില്ലടോ, ഇല്ല, ഇത് രക്ഷയില്ല. സത്യമായിട്ട് ഹീറോ ഒരു രക്ഷയില്ല. ഹീറോയിൻ ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു, ഇത് എവിടെ തുടങ്ങി, ഇത് എവിടെ അവസാനിക്കുന്നു എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ബ്രേക്കപ്പ് ആയവർക്കും ബ്രേക്കപ്പ് ആകാൻ പോകുന്നവർക്കും ഇപ്പൊ പ്രണയിക്കുന്നവരും ശരിക്കും പറഞ്ഞാൽ പ്രണയം പറയാനിരിക്കുന്നവരാണ് ഈ സിനിമ ശരിക്കും കാണേണ്ടത്. കാരണം നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് അവർ നമ്മളെ മാത്രം സ്നേഹിക്കാവും, വേറെ ആരും സ്നേഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ വിചാരിച്ചു പോകുന്ന എല്ലാ പയ്യന്മാർക്കും ശരിക്കും ഇത് കാണേണ്ടതാണ്. ഒരു രക്ഷയില്ല, നമ്മളെ പിടിച്ചിരുത്തും. സെക്കൻഡ് ഹാഫിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ തോന്നത്തില്ല, അത്രയ്ക്കുണ്ട്. ഇത്രയും സസ്പെൻസ് ആയിട്ട് എങ്ങനെ ഇത് കൊണ്ടുപോയി, ഇതെങ്ങനെ അവസാനിച്ചു, അതിന്റെ ക്ലൈമാക്സ് ഇതായിരുന്നു. ക്ലൈമാക്സ് അയ്യോ വേണ്ടായിരുന്നു, ഇതൊരു സെക്കൻഡ് പാർട്ട് വരുമോ, ഇത് സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയായിരിക്കും അവർ ഓവർകം ചെയ്ത് വരിക, അതൊക്കെ ആലോചിച്ച് ഇപ്പൊ തന്നെ തലവരാന്തായി പോവും. നന്നായിട്ട് ഒരു കളിയല്ല 4-5 കളി പോകും. കാരണം പ്രണയിക്കുന്നവർക്ക് കറക്റ്റായിട്ട് ഇത് സിനിമ വർക്കൗട്ട് ആവും, യൂത്തിനെ വർക്കൗട്ട് ആവും.